സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ നോട്ട്സ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ക്രീൻ ഷെയറിംഗ് പോവാണ്. ഞാൻ ഹോസ്റ്റ് ആണോ? ഹോസ്റ്റ് കൺട്രോൾ തന്നിട്ടുണ്ട് സർ. ഓക്കെ. കാരണം ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ നോട്ട്സ് എടുക്കുന്നത് പോവാണ്. Let me try once again. Settings എന്തെങ്കിലും settings. ഓക്കെ, എനിക്ക് എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഒക്കുന്നില്ല. കാരണം ഞാൻ ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഞാൻ എടുത്തേക്കുന്ന PDF നോട്ട്സിന് ഞാൻ ടാബിൽ നിന്നാണ് ഇപ്പം ജോയിൻ ചെയ്തേക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ഞാൻ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ സർ. ഓഡിബിൾ ആണോ ഞാൻ പറയുന്നത്? യെസ് സർ. ഓക്കെ. അപ്പൊ ഞാൻ ഓരോ മോഡ്യൂളില് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വാട്ട് എവർ ഐ ഫീൽ ഞാൻ അതാണ് ഒന്ന് ക്വിക്കായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഞാനത് സ്ക്രീനിലൂടെ പ്രൊജക്ട് ചെയ്തിട്ട് പറയണം എന്ന് കരുതിയതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ എം നോട്ട് ഷുവർ വാട്ട് ഈസ് ഹാപ്പനിങ്. എനിക്കത് സ്ക്രീനിൽ ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല. സ്ക്രീൻ ഷെയർ ചെയ്യും സർ ഇപ്പൊ ഓഡിബിൾ അല്ല.
സോ IEEE 754 സ്റ്റാൻഡേർഡിൽ ഏത് നമ്പർ തന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് IEEE 754 സ്റ്റാൻഡേർഡിൽ ഏത് നമ്പർ തന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അതിനെ ആദ്യം അതിന്റെ ഡെസിമൽ പോയിന്റ് വിൽ ബി ടു ദ റൈറ്റ് ഓഫ് ദി ലെഫ്റ്റ് മോസ്റ്റ് വൺ. ലെഫ്റ്റ് മോസ്റ്റ് അതിന്റെ ആദ്യം അതിന്റെ ബൈനറിയിൽ എഴുതണം. അപ്പം നമുക്കൊരു m ഇൻറ്റു ബി റേസ്ഡ് ഇ മാൻഡിസ ഇൻറ്റു ബേസ് റേസ്ഡ് എക്സ്പോണന്റ് എന്നായിരിക്കും പറയുന്നത്. അപ്പൊ എക്സ്പോണന്റ് എന്ന് പറഞ്ഞ ബയാസ്ഡ് എക്സ്പോണന്റ് ആണ്. അപ്പൊ അത് സിംഗിൾ ഡിജിറ്റ് പ്രിസിഷനിൽ 127 പ്ലസ് നമ്മുടെ എക്സ്പോണന്റ് എഴുതേണ്ടി വരും. ഇതെല്ലാം ഓരോ ടോപ്പിക്സ് ഇൻഡിവിജ്വൽ ടോപ്പിക്സ് ആണ്, അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പൊ എനിക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും എനിക്ക് തോന്നുന്ന ഒരു പ്രോബ്ലം ചോദിക്കാൻ പറ്റുന്നത് ഒന്ന് ഫിക്സ്ഡ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ റെപ്രസെന്റേഷനിലും പിന്നെ അൽഗോരിതംസ് ഫോർ ബൈനറി മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ബൈ ഷിഫ്റ്റ് ആൻഡ് ആഡ് ആണ് മെയിൻലി നമ്മളെല്ലാം ഫോക്കസ് ചെയ്ത് പറയുന്നത്. അപ്പൊ ആ ഷിഫ്റ്റ് ആൻഡ് ആഡ് തന്നെയാണോ നിങ്ങളുടെ KTU കോളേജസിൽ പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിൽ ഏതാണ് ക്ലിയർ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് എന്ന് പറഞ്ഞ ഒരു അൽഗോരിതമാണ്. അപ്പൊ ഓരോ സ്റ്റേജിൽ എന്താണ് ചെയ്യുന്നത് അതാണ് ഫസ്റ്റ് മോഡ്യൂളിൽ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെക്കൻഡ് മോഡ്യൂളിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് യൂഷ്വലി ചോദിക്കാൻ പറ്റുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8051 ആർക്കിടെക്ചർ ആണ്. 8051 ആർക്കിടെക്ചർ അത് വളരെ സിമ്പിൾ ആണ്. 8051 ആർക്കിടെക്ചർ റാം റോം 4 പോർട്ട് ഉണ്ട്, പിന്നെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ ഉണ്ട്, ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ് ഉണ്ട്, ഇന്ററപ്റ്റ് കൺട്രോൾ ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം ആ ബ്ലോക്സ് എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു ഡയഗ്രമാണ് 8051 ആർക്കിടെക്ചർ. അപ്പൊ ആ 8051 ആർക്കിടെക്ചറിന്റെ ഓരോ ബ്ലോക്സിന്റെ എക്സ്പ്ലനേഷനും വളരെ സിമ്പിൾ ആണ്. റാം എന്ന് പറയുന്ന 128 ബൈറ്റ്സ് ആണ്, റോം എന്ന് പറഞ്ഞ മാക്സിമം 4K ആണ്. ബേസിക് 8051 വരുന്നത് 4 പോർട്ട് ഉണ്ട്, സീരിയൽ കമ്മ്യൂണിക്കേഷന് TXD RXD ട്രാൻസ്മിറ്റ് ഡേറ്റ റിസീവ് ഡേറ്റ ഉണ്ട്, 2 ടൈമേഴ്സ് ഉണ്ട്, 2 എക്സ്റ്റേണൽ ഇന്ററപ്റ്റും 3 സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 8051 ആർക്കിടെക്ചറായി. ദെൻ അതിൽ വേറെ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റാം ഓർഗനൈസേഷൻ. ഇന്റേണൽ റാം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തേക്കുന്നത്? ഇപ്പൊ ഇന്റേണൽ റാം എന്ന് പറയുന്ന 128 ബൈറ്റ്സ് ആണ്. അപ്പൊ 128 ബൈറ്റ്സിലെ ആദ്യത്തെ 32 ലൊക്കേഷൻ എന്ന് പറയുന്നത് 4 രജിസ്റ്റർ ബാങ്കിന് വേണ്ടി അലോട്ട് ചെയ്തേക്കുവാണ്. ഓരോ രജിസ്റ്റർ ബാങ്കിലും 8 രജിസ്റ്റേഴ്സ് ഉണ്ടാവും. അങ്ങനെ 32 ബൈറ്റ്സ് ഫോർ രജിസ്റ്റർ ബാങ്ക്സ്. ഓരോ രജിസ്റ്റർ ബാങ്കിലും 8 എണ്ണം. പിന്നെ അത് കഴിഞ്ഞ് 16 ബൈറ്റ് ഈസ് ഫോർ ദി ഇതേപോലെ ബിറ്റ് വൈസ് അലോക്കേഷൻ അല്ലെങ്കിൽ ബിറ്റ് വൈസ് പ്രോസസിംഗിന് വേണ്ടിയിട്ടാണ് അടുത്ത 16 ബൈറ്റ്. അത് കഴിഞ്ഞിട്ട് സ്ക്രാച്ച് പാഡ് റാം വെയർ വാട്ട് എവർ യു ആർ ഗോയിങ് ടു പ്രോസസ് ദ ഡേറ്റ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബാക്കിയുള്ള ഈ 32 + 16 48 ബൈറ്റ്സ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലൊക്കേഷൻസ് വരുന്നത്. അപ്പൊ ഇന്റേണൽ റാം ആണ് വേറെ അതിന്റെ 8051 ആർക്കിടെക്ചറിനകത്ത് ചോദിക്കാൻ പറ്റുന്നത്. ദെൻ അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ ദ ഡിഫറെന്റ് അഡ്രസ്സിംഗ് മോഡ്സ്. അപ്പൊ അഡ്രസ്സിംഗ് മോഡ്സ് പറയുക ഇതേപോലെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് ഉണ്ട്, ഡയറക്ട്ലി ഡേറ്റ ലോഡ് ചെയ്യുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്, ഡയറക്റ്റ് ഉണ്ട്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് ഉണ്ട്, ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് ഉണ്ട്, പിന്നെ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് ഉണ്ട്. അപ്പൊ ആ ഡിഫറെന്റ് അഡ്രസ്സിംഗ് മോഡ്സ് അതിന്റെ എക്സാമ്പിൾസ് പറയുക. അപ്പൊ തിയറി എനിക്ക് തോന്നുന്നത് മെയിൻ ആയിട്ടും ഈ പാർട്സ് ആയിരിക്കും: ആർക്കിടെക്ചർ, ഇന്റേണൽ റാം, ഡിഫറെന്റ് അഡ്രസ്സിംഗ് മോഡ്സ്. ദെൻ ഇന്ററപ്റ്റ്സും ഇതൊക്കെ ചോദിക്കാം. ഇന്ററപ്റ്റ്സ് എത്ര ഇന്ററപ്റ്റ്സ് ഉണ്ട്, ഇന്ററപ്റ്റ് വരുമ്പോൾ പ്രോസസിംഗ് എങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീനിലേക്ക് പോകും, അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, ആ ലൊക്കേഷനിൽ പോയിട്ട് ആ പ്രോസസ് ചെയ്യുന്ന ആ സ്റ്റെപ്സ് എന്താണ്, അത് ചോദിക്കാം. പിന്നെ അതിലെ മോഡ്യൂൾ 2 ലാസ്റ്റ് പാർട്ടിൽ വന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ്, ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് 8051 ഇൻസ്ട്രക്ഷൻ സെറ്റ്. അപ്പൊ ഇൻസ്ട്രക്ഷൻ സെറ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. എന്താണ് ഒരു നമ്മളിവിടെ ഞാനൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിനെ ഡിഫറെന്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ ആർക്കെങ്കിലും അത് അങ്ങനത്തെ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റിന്റെ ഒന്ന് ക്വിക്കായിട്ട് റെഫർ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ എന്റെ വാട്സാപ്പിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഞാനത് അയച്ചു തരാം. അപ്പൊ ഓരോ ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഡേറ്റ ട്രാൻസ്ഫർ ഉണ്ട്, അരിത്തമാറ്റിക് ഉണ്ട്, ലോജിക്കൽ ഉണ്ട്, ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, കണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പിന്നെ ബിറ്റ് വൈസ് പ്രോസസിംഗ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ട് അതിൽ നിന്ന് ഈ ഇൻസ്ട്രക്ഷൻ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതാണ് സെക്കൻഡ് മോഡ്യൂളിൽ മെയിൻ ആയിട്ട് വരുന്നത്. തേർഡ് മോഡ്യൂളിൽ വന്നു കഴിയുമ്പോൾ സിമ്പിൾ പ്രോഗ്രാമിംഗ് എക്സാമ്പിൾസ് ഇൻ അസംബ്ലി ലാംഗ്വേജ്. അപ്പൊ 8051 അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ആണ് മെയിൻ ആയിട്ടും തേർഡ് മോഡ്യൂളിൽ വരുന്നത്. അപ്പൊ ആ തേർഡ് മോഡ്യൂൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ പ്രോഗ്രാം എഴുതാൻ അറിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെനെവർ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ C ആണ് ചോദിക്കുന്നതെങ്കിൽ, മെയിൻ ആയിട്ട് അസംബ്ലി ആയിരിക്കും ഇപ്പൊ ചോദിക്കുന്നതെങ്കിൽ, ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഇൻപുട്ട്, വാട്ട് ഈസ് ദി ഇൻപുട്ട്. അപ്പൊ നമ്മൾ ബേസിക്കലി ചെയ്യുന്ന നമ്പർ പ്രോസസിംഗ് ആണ്. നമ്പേഴ്സിനെ തമ്മിൽ ഡിഫറെന്റ് പ്രോസസിംഗ് ചെയ്യുന്നു. പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇത് പല രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ വാട്ട് എവർ ഡേറ്റ വി ഹാവ് ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു അനദർ ഫോർമാറ്റ് വിച്ച് വി റിക്വയർ.
അതാണ് സംഭവിക്കുന്നത്. അപ്പം ബേസിക്കലി നമ്മളിപ്പം ഞാനിപ്പോ സംസാരിക്കുന്നു, ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു ട്രാൻസ്ഡ്യൂസർ, ഒരു മൈക്രോഫോൺ വഴി ഇതിനെ ഞാനൊരു ഓസിലോസ്കോപ്പി കാണുവാണെങ്കിൽ നമുക്ക് ഒരു അനലോഗ് വേവ് ഫോംസ് കിട്ടും, ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ കിട്ടും. ആ സിഗ്നലിനെ ഓരോ പോയിന്റിലെ വാല്യൂ എടുക്കും, അതാണ് നമുക്ക് കിട്ടുന്ന നമ്പർ. അത് അനലോഗ് ആണ്. അതിനെ ഒരു ADC വഴി ഡിജിറ്റൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ മൈക്രോ കൺട്രോളറിലെ പ്രോസസ്സറിന് പ്രോസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ കിട്ടുന്ന ഓരോ പോയിന്റിലെ ഡിജിറ്റൽ ഡേറ്റയെ എന്തൊക്കെയോ പ്രോസസിങ് ചെയ്യുമ്പോൾ എനിക്ക് നോയിസ് ക്യാൻസലേഷൻ അച്ചീവ് ചെയ്യാം, ആംപ്ലിഫിക്കേഷൻ വേണേൽ അച്ചീവ് ചെയ്യാം, അല്ലെ കുറച്ച് ഫ്രീക്വൻസീസ് വേണേൽ എലിമിനേറ്റ് ചെയ്യാം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് നമ്പർ പ്രോസസിംഗ് കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അതിൽ മെയിൻ ആയിട്ടും ഈ ഒരു കോഴ്സിൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നമ്പേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഡിഫറെന്റ് വേസിൽ നമുക്ക് പ്രോസസ് ചെയ്യാം, അതാണ്. അപ്പം ബേസിക്കലി പ്രോഗ്രാം ഡസ് വാട്ട് ഇറ്റ് ഡസ് ഈസ് നമ്പർ പ്രോസസിംഗ്. അപ്പൊ ഇൻപുട്ട് വരുന്ന എവിടെ നിന്നാണെന്ന് നോക്കുക. മേ ബി ദാറ്റ് വിൽ കം ഫ്രം ദ ഇന്റർണൽ റാം ഓർ മേ ബി ഫ്രം എ പോർട്ട്. അപ്പൊ ആ ഇൻപുട്ട് വരുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ ഇൻപുട്ടിനെ റീഡ് ചെയ്യുക, അതാണ് ആദ്യത്തെ കാര്യം. അത് കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതിനകത്ത് എന്താണ് ചെയ്യേണ്ടത്, റിക്വയർമെന്റ്. ആ ക്വസ്റ്റ്യനിൽ എന്താണ് റിക്വയർമെന്റ്? ഇഫ് ദ റിക്വയർമെന്റ് ഈസ് ടു കോപ്പി എ ഡേറ്റ ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ 10 കോൺസിക്യൂട്ടീവ് ലൊക്കേഷൻസ്, അത് മനസ്സിലാക്കുക. അപ്പൊ ഡേറ്റ ഇന്ന ലൊക്കേഷനിൽ നിന്ന് എടുത്തു, 50H എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ നിന്ന് എടുത്തു, 60 തൊട്ട് 70 വരെ സേവ് ചെയ്യണം. ഇതാണ് നമ്മുടെ റിക്വയർമെന്റ് എങ്കിൽ ദ ഫസ്റ്റ് വൺ വിൽ ബി മൂവ് A, 50H. അപ്പൊ 50H എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാല്യൂ എയിലേക്ക് വന്നു. ഇനി നമുക്ക് 16 ലൊക്കേഷനിലാണ് സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു കൗണ്ട് വേണം, 16 എന്ന് പറഞ്ഞ കൗണ്ട് വേണം. അപ്പൊ നമ്മൾ അതൊരു R2 ഏതെങ്കിലും രജിസ്റ്ററിൽ സേവ് ചെയ്തു, മൂവ് R2, #16H, സോറി #10H. അപ്പൊ 16 കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെയിം കാര്യം ചെയ്യുന്നത്. 60ൽ നമ്മൾ ആദ്യം ഡേറ്റ സേവ് ചെയ്തു, 61 സേവ് ചെയ്തു, 62 സേവ് ചെയ്തു, അങ്ങനെ 16 ലൊക്കേഷനിൽ സേവ് ചെയ്തു. അപ്പൊ ഓരോ ലൊക്കേഷനിൽ സേവ് ചെയ്യുന്നു, സെയിം കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. സോ വിൽ ഗോ ഫോർ എ ലൂപ്പ്. അപ്പൊ ആ ലൂപ്പിൽ നമ്മൾ രജിസ്റ്റർ ഇൻഡയറക്റ്റ് വരും. ലൂപ്പ് എപ്പോഴും വരുവാണെങ്കിൽ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന രജിസ്റ്റേഴ്സ് R0 and R1 മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഇൻസ്ട്രക്ഷൻ സെറ്റ് അത് മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മൾ മൂവ് R0, #60H എന്ന് കൊടുക്കും, R0ൽ 60 വരും. മൂവ് അറ്റ് R0, A കൊടുക്കും. എയിൽ നമുക്ക് ഓൾറെഡി 50ലെ വാല്യൂ ഉണ്ട്, അത് 60ലേക്ക് സേവ് ആവും. ഇൻക്രിമെന്റ് R0 കൊടുക്കും, അപ്പം 61ലേക്ക് R0 പോയിന്റ് ചെയ്യും. ഇനി DJNS R2, L1, വീണ്ടും ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലേക്ക് പോകും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടും നമ്മൾ എങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യണം. അതിന്റെ ഇൻപുട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം, എവിടുന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കണം, ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കണം, ആ പ്രോസസ്സിനുള്ള ഇൻസ്ട്രക്ഷൻസ് അക്കോർഡിംഗ്ലി എഴുതണം. എഴുതി കഴിഞ്ഞതിന് ശേഷം ഔട്ട്പുട്ട് എങ്ങോട്ടാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് പ്രോഗ്രാം നമ്മൾ എഴുതി അത് വൈൻഡ് അപ്പ് ചെയ്യണം. ഇതാണ് ബേസിക്കലി ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റയെ നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഡേറ്റയെ എങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലേക്കോ, ഒരു രജിസ്റ്ററിലേക്കോ, അല്ലെങ്കിൽ ഒരു റാമിലേക്കോ, ഒരു പോർട്ടിലേക്കോ എങ്ങനെയാണ് നമ്മൾ ഡേറ്റയെ മൂവ് ചെയ്യുന്നത്. അപ്പൊ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് വെച്ചാൽ എങ്ങനെ അതിനെ ഫോക്കസ് ചെയ്യുന്നതാണ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിഫറെന്റ് അഡ്രസ്സിംഗ് മോഡ്സ് സെക്കൻഡ് മോഡ്യൂളിലാണ്, അത് മനസ്സിലാക്കി വെക്കണം. എന്നാൽ മാത്രമേ അത് നമുക്ക് ഇവിടെ പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ വരുന്ന മെയിൻ ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളാണ് ഇന്റർഫേസിംഗ്. അപ്പൊ എക്സ്റ്റേണൽ ഇന്റർഫേസിംഗ് ഡിവൈസസ് അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യം. അപ്പൊ ഇന്റർഫേസിംഗ് ഡിവൈസസ് എന്ന് പറയുന്ന LED ഇന്റർഫേസിംഗ് ആണ്. അപ്പൊ LED എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്, പോർട്ടിലേക്ക് LEDയുടെ കാഥോഡ് ആണോ ആനോഡ് ആണോ എന്ന് നോക്കണം. അപ്പൊ പോർട്ടിലേക്ക് ആനോഡ് ആണ് കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ ആ പോർട്ട് പിന്നിലേക്ക് 1 കൊടുത്താൽ മാത്രമേ LED കത്തത്തുള്ളൂ. അതേസമയം കാഥോഡ് ആണ് കൊടുത്തേക്കുന്നതെങ്കിൽ LEDയുടെ ആനോഡ് എന്ന് പറയുന്ന VCCയിലേക്ക് കണക്ട് ചെയ്യണം. കാരണം കറണ്ട് ഫ്ലോ ചെയ്താലേ LED ഗ്ലോ ചെയ്യത്തുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് അക്കോർഡിംഗ്ലി ഐ നീഡ് ടു കോൺഫിഗർ ദ പോർട്ട് പിൻ. ഇപ്പൊ ഇന്റർഫേസിംഗ് എക്സ്പെരിമെന്റ്സ് വരുമ്പോൾ നമ്മുടെ ഇന്റർഫേസ് ചെയ്യുന്ന ഡിവൈസസ് എന്ന് പറയുന്ന എപ്പോഴും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു നമ്മുടെ പോർട്ട് വഴിയായിരിക്കും എല്ലാ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇൻപുട്ട് വരുന്നതും പോർട്ട് വഴിയായിരിക്കും, ഔട്ട്പുട്ട് പോകുന്നതും പോർട്ട് വഴിയായിരിക്കും. അപ്പൊ ഇൻപുട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ബി ലൈക്ക് ഡിഫറെന്റ് സെൻസേഴ്സ്, അതാണ് ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി an LED, an LCD, സ്റ്റെപ്പർ മോട്ടർ, ഇതെല്ലാം ഔട്ട്പുട്ട് ആയിരിക്കും, ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് ഇന്റർഫേസിംഗ് എക്സ്പെരിമെന്റ്സ് ആണ് മെയിൻ ആയിട്ടും നമ്മുടെ തേർഡ് മോഡ്യൂളിൽ വരുന്നത്. അതിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം സ്റ്റെപ്പർ മോട്ടർ ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. ഇപ്പൊ സ്റ്റെപ്പർ മോട്ടറിന് സ്റ്റെപ്പ് ആംഗിൾ തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് നമുക്ക് വേണ്ട ഓരോ സ്റ്റെപ്സ് ആയിട്ടാണ് റൊട്ടേഷൻ നടക്കുന്നത്. നമ്പർ ഓഫ് സ്റ്റെപ്സ് ടു റൊട്ടേറ്റ് മനസ്സിലാക്കണം, അതിനനുസരിച്ച് സീക്വൻസ് കൊടുക്കണം. സ്റ്റെപ്പർ മോട്ടറിന് സീക്വൻസ് കൊടുത്താൽ മാത്രമേ അത് കറങ്ങത്തുള്ളൂ. അപ്പൊ ആ സീക്വൻസ് കൊടുത്തിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. ദെൻ DAC ആൻഡ് ADC ഈസ് ദിയർ. അപ്പൊ അതിന് കൺട്രോൾ സിഗ്നൽസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. LCD ഡിസ്പ്ലേ ഈസ് ദിയർ. ഇപ്പൊ LCD ഡിസ്പ്ലേ ആണെങ്കിൽ തന്നെ റീഡ് റൈറ്റ് ഉണ്ട്, ഡേറ്റ കൊടുക്കണം, ഇതിന്റെ കൺട്രോൾ സിഗ്നൽസ് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ആ പ്രോഗ്രാം എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നെ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് എക്സാമ്പിൾസും ആണ് മൊഡ്യൂൾ 3 വരുന്നത്. അതിൽ വേറൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് വരുന്നതെന്ന് പറഞ്ഞാൽ ഡിലേ ജനറേഷൻ ആണ്. അപ്പൊ ഡിലേ ജനറേഷൻ അത് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സോഫ്റ്റ്വെയർ ഡിലേസ്. ഇപ്പൊ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഡിലേസിനെ ജനറേറ്റ് ചെയ്യാം, അതാണ് ഡിലേ ജനറേഷൻ.
അപ്പൊ അത് ഓരോന്നും നിങ്ങളുടെ കോളേജിൽ പഠിപ്പിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് മീ. അപ്പൊ മസീദി എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല ടെക്സ്റ്റ് ബുക്ക് ആണ്, യു ക്യാൻ ഫോളോ ദാറ്റ്. ദെൻ കമ്മിങ് ബാക്ക് ടു മോഡ്യൂൾ 4. അപ്പൊ മോഡ്യൂൾ 4 വന്നു കഴിയുമ്പോൾ മെയിൻ ആയിട്ടും ഞാൻ ഫോക്കസ് ചെയ്യാൻ പറയുന്ന രണ്ട് കാര്യങ്ങളായിരിക്കും. ഒന്ന് ടൈമേഴ്സ് ആൻഡ് ദെൻ ദ സെക്കൻഡ് വൺ ഈസ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ടൈമേഴ്സ് എന്ന് പറയുമ്പോൾ ടൈമർ 0യും ടൈമർ 1ഉം ഉണ്ട്. അത് രണ്ട് രീതിയിൽ ആ ടൈമേഴ്സിനെ വർക്ക് ചെയ്യിപ്പിക്കാം. ഒന്നുകിൽ ഇറ്റ് കുഡ് ആക്ട് ആസ് എ ടൈമർ ഓർ ഇറ്റ് കുഡ് ആക്ട് ആസ് എ കൗണ്ടർ. അപ്പൊ ടൈമർ ആണോ കൗണ്ടർ ആണോ അല്ലെങ്കിൽ ഏത് മോഡ് ആ ടൈമർ വർക്ക് ചെയ്യണം എന്നെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന, അതെല്ലാം കോൺഫിഗർ ചെയ്യുന്ന രജിസ്റ്റർ ആണ് ടി മോഡ്. അപ്പൊ ഒരു ടൈമറോ കൗണ്ടറോ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനകത്തുള്ള മെയിൻ രജിസ്റ്റേഴ്സ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പൊ ഈ ടൈമർ ചെയ്യുന്ന ബേസിക്കലി നമ്മളൊരു ട്രാഫിക് ജംഗ്ഷനിൽ പോകുമ്പോൾ അവിടെ നമുക്കൊരു ഡിലേ കിട്ടും അല്ലെ, 20 സെക്കൻഡ്സ് ഡിലേ. അപ്പൊ അത്രയും സമയം റെഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഗ്രീൻ ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഡിലേ ജനറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൗണ്ടിങ് ഈവന്റ്സ് ആ ഒരു പ്രോസസിങ് ചെയ്യേണ്ട സമയത്താണ് ടൈമേഴ്സ് അല്ലെങ്കിൽ കൗണ്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മോഡ്യൂൾസ് ഉണ്ട് നമ്മുടെ 8051 ഈ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെ. അപ്പൊ നമുക്ക് ആ മോഡ്യൂളിനെ യൂസ് ചെയ്താൽ മതി. പക്ഷെ ആ മോഡ്യൂളിനെ യൂസ് ചെയ്യണമെങ്കിൽ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ ടൈമർ ഇത് ചെയ്യണമെങ്കിൽ എങ്ങനെ ആ ടൈമറിനെ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ അതിലെ ടി മോഡ് രജിസ്റ്റർ ഉണ്ട്. ടൈമറിന്റെ ഡിലേ തരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് രജിസ്റ്റർ ഒരു 60 ബിറ്റ് TH0 TL0 രജിസ്റ്റർ ഫോർ ടൈമർ 0 ആൻഡ് TH1 TL1 ഫോർ ടൈമർ 1. ഇതാണ് ഒരു നമുക്ക് ഡിലേ അതിൽ കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഡിലേ കിട്ടുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. മോഡ് 0 ആണെങ്കിൽ ഇറ്റ് ആക്സ് ആസ് 13 ബിറ്റ് ടൈമർ, മോഡ് 1 ആണെങ്കിൽ 60 ബിറ്റ് ടൈമർ, മോഡ് 2 ആണെങ്കിൽ ഓട്ടോ റീലോഡ് 8 ബിറ്റ് ടൈമർ ആണ്. അതിന്റെ ഡിഫറെന്റ് മോഡ്സ്, അതിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കണം. ആ ടൈമർ വഴി എങ്ങനെ ഡിലേ ജനറേറ്റ് ചെയ്യാം എന്നും അറിഞ്ഞിരിക്കണം, അത് പഠിച്ചിരിക്കണം. അപ്പൊ ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ മെയിൻ ആയിട്ടും ഈ കാര്യങ്ങളായിരിക്കും പറയുന്നത്. ജനറേറ്റ് എ സ്ക്വയർ വേവ് ഓഫ് 1 kHz ഫ്രീക്വൻസി ഓൺ പോർട്ട് പിൻ P1.1 യൂസിങ് ടൈമർ 0, ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. അപ്പൊ ടൈമർ 0 ആണെന്ന് അറിയാം. അപ്പൊ ടി മോഡ് കോൺഫിഗർ ചെയ്യണം. 1 kHz ആയതുകൊണ്ട് എന്റെ ടൈം പീരീഡ് ഓഫ് ദ സ്ക്വയർ വേവ് വിൽ ബി 1 millisecond. അപ്പൊ 0.5 millisecond ഹൈ പാർട്ടിൽ വേണം, 0.5 millisecond ലോ പാർട്ടിൽ വേണം. ഈ 0.5 millisecond രണ്ട് രീതിയിൽ ജനറേറ്റ് ചെയ്യാം. ഒന്നുകിൽ യൂസിങ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് കെയിം ഇൻ മോഡ്യൂൾ 3 ഓർ യൂസിങ് ടൈമേഴ്സ് ദാറ്റ് ഇൻ മോഡ്യൂൾ 4. അപ്പം ഈ 0.5 millisecond കിട്ടണമെങ്കിൽ അതിൽ നമ്മുടെ ടൈമർ 0യുടെ 16 ബിറ്റ് രജിസ്റ്ററിൽ ലോഡ് ചെയ്യേണ്ട വാല്യൂ എന്ത്, അതിനൊരു ഫോർമുല ഉണ്ട്. ടെക്സ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇതേപോലെ നമ്പർ ഓഫ് കൗണ്ട്സ്, ഓരോ കൗണ്ടിന് ടൈമർ ഒരു ചെറിയൊരു ഡിലേ തന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്പർ ഓഫ് കൗണ്ട്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം ഈ ഡിലേക്ക് വേണ്ടത്. അപ്പൊ നമ്പർ ഓഫ് കൗണ്ട്സ് കിട്ടണമെങ്കിൽ മാക്സിമം വാല്യൂ മൈനസ് ഇനിഷ്യൽ വാല്യൂ ടു ബി ലോഡഡ് പ്ലസ് 1 എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല മനസ്സിലാക്കിയിട്ടാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ മോഡ്യൂൾ 4 പിന്നെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഡേറ്റ സീരിയൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ട പ്രൊസീജിയർ. അപ്പൊ അവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൈമർ 1 ആണ് which will configure the baud rate. baud rate വേണം. നമ്മൾ പുറത്തൊരു PC-യിലേക്കായിരിക്കും സീരിയലിലെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ രണ്ട് ഡിവൈസും എഗ്രി ചെയ്യണം എത്ര ബിറ്റ്സ് ആണ് എനിക്ക് കിട്ടാൻ പോകുന്നതെന്ന്. റിസീവർ ഡിവൈസും എഗ്രി ചെയ്യണം, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിവൈസ് എഗ്രി ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ബിറ്റ്സിനെ പ്രോപ്പർ ആയിട്ട് റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനാണ് ബോഡ് റേറ്റ് കോൺഫിഗർ ചെയ്യുന്നത്. അപ്പൊ ബോഡ് റേറ്റ് തരാൻ പോകുന്ന ടൈമർ 1 ആണ്. സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻ 8051 ഓൾവേസ് യൂസസ് ടൈമർ 1. അപ്പൊ ടൈമർ 1 ഓട്ടോ റീലോഡ് മോഡ് 2 ഓട്ടോ റീലോഡിലായിരിക്കണം യൂസ് ചെയ്യുന്നത് ഫോർ സീരിയൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ആ ലോഡ് ചെയ്യേണ്ട വാല്യൂ എന്താണ് ഇൻ ടൈമർ TH1 രജിസ്റ്റർ ദാറ്റ് വിൽ ഡിറ്റർമൈൻ ദ ബോഡ് റേറ്റ്. അപ്പൊ അതിന്റെ കൊടുത്തിട്ടുണ്ട് ഡിഫറെന്റ് വാല്യൂസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മസീദി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 9600 BPS വേണമെങ്കിൽ എന്താണ് വാല്യൂ, അതെങ്ങനെ കണ്ടുപിടിക്കാം, 4800 ആണെങ്കിൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മളിപ്പോ ട്രാൻസ്മിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിൽ ടൈമർ രജിസ്റ്റർ കഴിഞ്ഞിട്ട് അനദർ ഇമ്പോർട്ടന്റ് രജിസ്റ്റർ ടി മോഡ് കോൺഫിഗർ ചെയ്യണം. ബോഡ് റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ TH1 കൊടുക്കണം. ഓട്ടോ റീലോഡിൽ കോൺഫിഗർ ആയിരിക്കണം വർക്ക് ചെയ്യുന്നത്. ദെൻ ഇറ്റ് വിൽ കം ഡൗൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ SCON, സീരിയൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ SCON എങ്ങനെ കോൺഫിഗർ ചെയ്യാം, അതിന്റെ ഡിഫറെന്റ് മോഡ്സ് എന്താണ്, REN റിസപ്ഷൻ ഇനേബിൾ ചെയ്യണോ, അതേപോലെ TB8 ആൻഡ് RB8 9 ബിറ്റ് ട്രാൻസ്മിഷൻ ആണെങ്കിൽ അതിന്റെ വാല്യൂ 0 ആയിരിക്കണം. ഇങ്ങനെ ആ ഒരു ബിറ്റ് പാറ്റേൺ ഉണ്ട്, അത് കോൺഫിഗർ ചെയ്യണം. എന്നിട്ട് വേണ്ട വാല്യൂ എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് അത് SBUF-ൽ കൊണ്ടുവരണം. അവിടെ നിന്ന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോർട്ടിലേക്ക് SBUF-ൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ടൈമർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ പോലെ ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കും. ഇനി റിസപ്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് SBUF-ലാണ് റിസപ്ഷൻ വാല്യൂ വരാൻ പോകുന്നത്. റിസപ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ RI എന്ന് പറഞ്ഞ ഫ്ലാഗ് 1 ആവും. ആ ഫ്ലാഗ് 1 ആവുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് പ്രോസസർ മൈക്രോ കൺട്രോളറിന്റെ അകത്തേക്ക് എടുക്കുന്നത്, അത് പ്രോസസ് ചെയ്യാൻ വേണ്ടി. ഇതാണ് സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. അപ്പൊ ഈ ടൈമറും സീരിയൽ കമ്മ്യൂണിക്കേഷനും ആ ഒരു മോഡ്യൂൾ 4 ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതേപോലെ അതിന്റെ
ഒരു മിക്കപ്പോഴും നിങ്ങൾക്ക് നല്ല അതിന്റെ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ARM7 ആർക്കിടെക്ചർ, ആംന്റെ പ്രോഗ്രാമേഴ്സ് മോഡൽ, ഇതാണ് അവിടെ വരുന്ന വേറൊരു പാർട്ട്. അപ്പൊ അത് ശരിക്കും ഒരു ലോഡ് സ്റ്റോർ ആർക്കിടെക്ചർ വെച്ചിട്ട് ആമിന്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്. അത് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യണം, അത് ചോദിച്ചിട്ടുണ്ടോ എന്ന്. അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോഡ് സ്റ്റോർ ആർക്കിടെക്ചർ വെച്ചിട്ട് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അതിന്റെ അകത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഡേറ്റ ഫ്ലോ മോഡൽ ഉണ്ട് ആമിന്റെ ഒരു ആർക്കിടെക്ചറിൽ എന്തൊക്കെയാണ് ഉള്ളത്. ആം ഓൾവേസ് ഫോളോസ് എ ലോഡ് സ്റ്റോർ ആർക്കിടെക്ചർ. മെമ്മറി വെച്ചിട്ടൊന്നും പ്രോസസ് ചെയ്യാൻ പറ്റത്തില്ല. മെമ്മറിന്നോ ഇൻപുട്ട് ഡിവൈസിന്നോ ആദ്യം രജിസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരണം, പ്രോസസ് ചെയ്യണം, വീണ്ടും എന്നിട്ട് അത് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കണം. ഡയറക്ട്ലി മെമ്മറി പ്രോസസിംഗ് ഇല്ല. അപ്പൊ അതിലുള്ള രജിസ്റ്റേഴ്സ് എത്രയാണ്, എത്ര മോഡ്സ് ഉണ്ട്, പ്രിവിലേജ്ഡ് മോഡ്സും നോൺ പ്രിവിലേജ് മോഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവിടുന്ന് ചോദിക്കാൻ പറ്റുന്നത്. ദെൻ മോഡ്യൂൾ 5 വാട്ട് എക്സാക്ട്ലി ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഈസ് മെമ്മറി. അപ്പൊ മെമ്മറി സിസ്റ്റം അതാണ് മോഡ്യൂൾ 5-ലുള്ളത്. അപ്പൊ മോഡ്യൂൾ 5-ല് മെയിൻ ആയിട്ടും കുറച്ച് തിയറി പാർട്ടാണ്, റാം റോം അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഇതൊക്കെയാണ്. പിന്നെ അവിടെ മെയിൻ ആയിട്ടും നോക്കാൻ പറ്റുന്ന ഒരെണ്ണം മാപ്പിംഗ് ടെക്നിക്സ് ആണ്, മെമ്മറി മാപ്പിംഗ്. അപ്പൊ മെമ്മറി മാപ്പിംഗിൽ തന്നെ മെയിൻ ആയിട്ടും നമ്മൾ നോക്കുന്ന പറഞ്ഞതെന്ന് വെച്ചാൽ ഡയറക്റ്റ് മാപ്ഡ് ക്യാഷ്, DM, ഡയറക്റ്റ് മാപ്പ് ക്യാഷ്. അതായത് ഒരു മെമ്മറി ഹൈറാർക്കി ഉണ്ട്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും ലാസ്റ്റ് മൊഡ്യൂളിൽ നോക്കുന്നത് പ്രോസറിന്റെ മെമ്മറി എത്രമാത്രം പ്രോസറിന്റെ അടുത്തേക്ക് വരുന്നോ അത്രമാത്രം ഫാസ്റ്റ് ആയിരിക്കും പ്രോസർ, എല്ലാം പ്രോസസ് ചെയ്യാൻ വേണ്ടി ഫാസ്റ്റ് ആയിരിക്കും. എത്രമാത്രം ദൂരെയാണോ അത്രമാത്രം സമയം എന്ന് പറയുന്നത് കൂടുതലെടുക്കും പ്രോസസ് ചെയ്യാൻ വേണ്ടി, കാരണം ഇത് കൊണ്ടുവരണം. പക്ഷെ ഇതിന്റെ ഒരു ട്രേഡ് ഓഫ് നടക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ മെമ്മറി എത്രമാത്രം പ്രോസറിന്റെ അടുത്തേക്ക് വരുന്നോ അത്രമാത്രം കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ ദർ ഇസ് എ മെമ്മറി ഹൈറാർക്കി. സോ കമ്മിങ് ക്ലോസർ ടു ദ പ്രോസർ വി ഹാവ് ദ രജിസ്റ്റേഴ്സ്. വളരെ കുറച്ച് ഫ്യൂ രജിസ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ കംസ് ദ നെക്സ്റ്റ് വൺ വിച്ച് ഇസ് ദ ക്യാഷ്. ക്യാഷ് വിൽ ബി ഓഫ് ബിഗർ സൈസ് ദാൻ ദ നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ്. ദെൻ ആഫ്റ്റർ ക്യാഷ് വി ഹാവ് ദ ഫിസിക്കൽ മെമ്മറി. അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഈ ക്യാഷ് തന്നെ SRAM ഉണ്ട്, DRAM ഉണ്ട്. അപ്പൊ അതിൽ ക്യാഷ് കഴിഞ്ഞ് അടുത്ത പോകുന്ന ഫിസിക്കൽ മെമ്മറിയാണ്. ആ ഫിസിക്കൽ മെമ്മറി കഴിഞ്ഞിട്ട് അടുത്ത പോകുന്നതാണ് ഹാർഡ് ഡിസ്ക്. അപ്പൊ ഹാർഡ് ഡിസ്കിലേക്ക് വരുമ്പോൾ സൈസ് കൂടിക്കൊണ്ടിരിക്കും, പക്ഷെ പ്രോസസ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പൊ ഈ ഡയറക്റ്റ് മാപ്ഡ് ക്യാഷിലെ ഡയറക്റ്റ് മാപ്പിംഗ്, അപ്പൊ ക്യാഷിന് ഒരു ക്യാഷിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടേബിൾ ഉണ്ട് ഡേറ്റയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ക്യാഷിന്റെ ഒരു ഇൻഡെക്സ് ഉണ്ട്, ഒരു വാലിഡ് ബിറ്റ് ഉണ്ട്, ഒരു സെറ്റ് ഓഫ് ടാഗ് ബിറ്റ്സ് ഉണ്ട്, ഡേറ്റ ഉണ്ട്. അപ്പൊ ഈ ഡയറക്റ്റ് മാപ്പ് ക്യാഷിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഹൗ ദ മാപ്പിംഗ് ഈസ് ഹാപ്പനിങ്, അതാണ് അതിനകത്ത് പ്രോബ്ലംസ് ചോദിക്കാൻ പറ്റുന്നത്. ആൻഡ് ഹൗ ടു കമ്പ്യൂട്ട് ദ ടോട്ടൽ സൈസ് ഓഫ് ദ ക്യാഷ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെന്റ് മാപ്പിംഗ് ടെക്നിക്സ്. ഡയറക്റ്റ് മാപ്പ് ക്യാഷ് ഉണ്ട്, സെറ്റ് അസോസിയേറ്റീവ് ക്യാഷ് ഉണ്ട്, ഫുള്ളി അസോസിയേറ്റീവ് ക്യാഷ് ഉണ്ട്, അതെന്താണെന്നുള്ള കാര്യം. ദെൻ കംസ് വെർച്വൽ മെമ്മറി. ഇപ്പൊ വെർച്വൽ മെമ്മറി ഈസ് അനദർ കോൺസെപ്റ്റ്. സോ വാട്ട് എവർ ഫിസിക്കൽ മെമ്മറി യു ഹാവ്, അതിനെക്കാട്ടിലും വലിയൊരു സൈസ് ഓഫ് മെമ്മറി യു ക്യാൻ ആക്സസ് യൂസിങ് ദ കോൺസെപ്റ്റ് ഓഫ് വെർച്വൽ മെമ്മറി. അപ്പൊ ആ വെർച്വൽ മെമ്മറിയിൽ എങ്ങനെയാണ്, വെർച്വൽ മെമ്മറി സൈസ് ഇത്രയാണെങ്കിൽ അതിലൊരു വെർച്വൽ മെമ്മറി ഈസ് ഓൾവേസ് ഡിവൈഡഡ് ഇൻ ടു പേജസ്. വെർച്വൽ മെമ്മറി കംസ് ബിറ്റ്വീൻ ദ ഫിസിക്കൽ മെമ്മറി ആയിട്ടുള്ള മാപ്പിംഗ് ആണ് വെർച്വൽ മെമ്മറിയിലേക്ക് വരുന്നത്. മറ്റേ പ്രോസറിന് ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് ക്യാഷ്. ക്യാഷ് കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ മെമ്മറി. ഫിസിക്കൽ മെമ്മറി സ്മോളർ സൈസ് ആണ്. അതിന് കൂടുതൽ സൈസ് ഉള്ള ഒരു കൂടുതൽ സൈസ് ആയിട്ട് എങ്ങനെ പ്രോസറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കുറച്ചും കൂടെ ഫിസിക്കൽ മെമ്മറിയുടെ സൈസ് കൂട്ടാം എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കാണ് വെർച്വൽ മെമ്മറി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ യു ഹാവ് പേജ് ടേബിൾ. അതേപോലെ തന്നെ the virtual memory is going to be divided into different pages. Physical memory is also going to be divided into a number of pages. അപ്പൊ അതിന്റെ അകത്ത് ഫിസിക്കൽ പേജ് നമ്പർ എത്രയാണ്, വെർച്വൽ പേജ് നമ്പർ എത്രയാണ്, ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ പേജ് ഓഫ്സെറ്റ്. അതായത് എത്ര ബിറ്റ്സ് വേണം ഈ പേജസിനെ ആക്സസ് ചെയ്യാൻ, അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് ചെയ്യുന്നത്. പിന്നെ യു ഹാവ് ട്രാൻസ്ലേഷൻ, ലുക്ക് അസൈഡ്, ബഫർ. വെർച്വൽ മെമ്മറിയിൽ തന്നെ അതിന്റെ കൂടുതൽ തിയററ്റിക്കൽ കോൺസെപ്റ്റ്സ് ആയിരിക്കും അവിടെ വരുന്നത്. And the last one will be how to transfer the data between IO devices. അപ്പം you have different ways of IO transfer. Programmed IO ഉണ്ട്, interrupt driven IO ഉണ്ട്, അതേപോലെ ഡയറക്റ്റ് മെമ്മറി ആക്സസ് ഉണ്ട്. അപ്പൊ ഈ DMA മിക്കപ്പോഴും ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റും. ബിക്കോസ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് doesn't have the involvement of the CPU for transfer of data between IO devices. അല്ലാതെ തന്നെ പറ്റും. IO പ്രോഗ്രാംഡ് IO എന്ന് പറയുമ്പോൾ ഇതേപോലെ IO ഡിവൈസ് നമുക്ക് പ്രോസറിന് ഡേറ്റ തന്നുകൊണ്ടിരിക്കും. CPU ഓൾവേസ് നീഡ്സ് ടു മോണിറ്റർ ഡേറ്റ വന്നോ കഴിഞ്ഞോ, ഡേറ്റ മൊത്തം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞോ എന്ന് നോക്കേണ്ടി വരും. അതാണ് പ്രോഗ്രാംഡ് IO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് പോളിംഗ്. Then you have interrupt driven IO. Interrupt driven IO ഇതേപോലെ whenever the input device has transmitted the data,
ഓക്കെ, ഇറ്റ് വിൽ ഗീവ് ആൻ ഇന്ററപ്റ്റ്, അല്ലെങ്കിൽ ഒരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് ഒരു ഇന്ററപ്റ്റ് തരും. അതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ കഴിയുമ്പോൾ ഇന്ററപ്റ്റിന് തരും. അപ്പൊ ആ ഇന്ററപ്റ്റിന് തരുന്ന സമയത്ത് CPU നോക്കിയാൽ മതി. വേറെ ഈ IO ഡിവൈസിന്റെ കറസ്പോണ്ടിങ് കൺട്രോളും കാര്യങ്ങളും CPU ആ സമയത്ത് നോക്കിയാൽ മതി. ഇൻ ദ മീൻ ടൈം CPU ക്യാൻ ഗോ ആൻഡ് ഡു ദ അതർ ആക്ടിവിറ്റീസ്. ബട്ട് ഇൻ DMA എന്ന് പറഞ്ഞ ഒരു DMA കൺട്രോളർ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ഒരു മോഡ്യൂൾ ഉണ്ട്, വിച്ച് വിൽ ടേക്ക് കെയർ ഓഫ് ദ ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ CPU ആൻഡ് ദ IO ഡിവൈസസ്. ഇതാണ് മെയിൻ ആയിട്ട് മോഡ്യൂൾ 5 വരുന്നത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും ജസ്റ്റ് ക്വിക്കായിട്ട് എന്തെങ്കിലും ഞാനൊന്ന് പറയണമെങ്കിൽ യു ക്യാൻ ലെറ്റ് മീ നോ, ഞാൻ അത് പറയാം. അതർവൈസ് യു ക്യാൻ ഫോക്കസ് ഓൺ ഓൾ ദീസ് ആസ്പെക്ട്സ് ഇൻ ദ മോഡ്യൂൾ, ഇൻ ദ 5 മോഡ്യൂൾസ്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ നമ്പർ 7907895807, ഞാനിപ്പോ ചാറ്റിൽ ഞാനത് ടൈപ്പ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. എന്റെ ഫ്രീ ടൈമിനനുസരിച്ചിട്ട് ഐ ലെറ്റ് യു നോ. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഫീൽ ഫ്രീ ടു ആസ്ക്. അതർവൈസ് ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്നാലും പറ്റിയില്ല, എന്തോ സം കൈൻഡ് ഓഫ് ഇഷ്യൂ ഇസ് ദിയർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് ഇപ്പോൾ, അല്ലെങ്കിൽ പിന്നീട് ചോദിക്കുക. എന്റെ സമയത്തിനനുസരിച്ചിട്ടേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, റിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതർവൈസ് വി ക്യാൻ വൈൻഡ് അപ്പ്. എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും ചോദിക്കാൻ? ഐ മീൻ നമുക്കെന്നാ നോട്ട്സ് ആയിട്ട് എന്റെ ഇവിടുത്തെ നോട്ട്സേ ഉള്ളൂ, അതെനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത് നമ്മുടെ ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇവിടെ ഇത് ചെയ്തേക്കുന്നതാണ്, എനിക്ക് ചോദിക്കേണ്ടി വരും. അങ്ങനെ നിങ്ങൾക്ക് മോഡ്യൂൾ 2, 3 and 4 ഇതിന് മെയിൻ ആയിട്ട് മസീദി ടെക്സ്റ്റ് നോക്കുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ് അത്. നിങ്ങൾക്ക് ആ 2, 3, 4 വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അസംബ്ലിയിൽ നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആണെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റും. 1 കൂടുതൽ തിയറട്ടിക്കൽ പാർട്ടാണ്. പിന്നെ ആ ഫിക്സ്ഡ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ റെപ്രസെന്റേഷൻ ഒന്ന് ഫോക്കസ് ചെയ്താൽ മിക്കപ്പോഴും അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഈ ക്യാഷിലും വെർച്വൽ മെമ്മറിയിലുമാണ് കൂടുതൽ പ്രോബ്ലംസ് ഫോക്കസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം തിയറി ആണ്. ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ടെക്സ്റ്റ് നെയിം മസീദി മൈക്രോ കൺട്രോളേഴ്സ് 8051 മൈക്രോ എക്സാക്ട് അതിന്റെ പേര് എനിക്ക് 8051 മൈക്രോ കൺട്രോളേഴ്സ് സെർച്ച് ചെയ്താൽ മതി. ഇത് ഈവൻ സോഫ്റ്റ് കോപ്പി അവൈലബിൾ ആണ്. ഐ മീൻ നമുക്കെന്നാ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ യുവർ ടൈം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. താങ്ക് യു. ബൈ.